अल्हम्दुलिल्लाहि रब्बिल आलमीन नहमदुहु व नस्तईनुहु व नु'मिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फलन तजिद लहु वलिय्यन मुर्शिदा अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम फिल आलमीन इन्नका हमीदुम मजीद अला इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअ व कुल्लु बिदअतिन ضलाला व कुल्लु ضलालतिन फिन्नार रब्बि इश्रह ली सदरी व यस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली अय्युहन नास औसीकुम व इय्याया अव्वलन बितक़वल्लाह या अय्युहल्लज़ीना आमनु इत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अंतुम मुस्लिमून अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम इन्ना अंज़लनाहु फी लैलतिल क़द्र वमा अदराक मा लैलतुल क़द्र लैलतुल क़द्रि खैरुम मिन अल्फ़ि शहर तनज़्ज़लुल मलाइकतु वर्रूहु फ़ीहा बिइज़्नि रब्बिहिम मिन कुल्लि अम्र सलामुन हिय हत्ता मत्लഇल फ़ज्र ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമദാനിലെ അവസാന 10 ആദ്യ ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആരാധനകളാണ് ഈ ഘട്ടത്തിൽ ധാരാളമായിട്ട് നിർവഹിക്കപ്പെടുന്നത്.
ലൈലത്തുൽ ഖദർ പരാമർശിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതാണ് ആ രാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സൂറത്തുൽ ഖദർ അല്ലാഹു പറയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയം നാം ഈ ഗ്രന്ഥത്തെ ഇറക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ്. റമളാന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാലും ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാലും ഖുർആൻ അവതീർണമായ മാസവും ഖുർആൻ അവതീർണമായ രാവും എന്നുള്ളതാണ് റമളാന്റെയും ലൈലത്തുൽ ഖദറിന്റെയും സവിശേഷത. നിശ്ചയം നാം ഈ ഗ്രന്ഥത്തെ ഇറക്കിയിരിക്കുന്നു ലൈലത്തുൽ ഖദറിൽ, നിർണായക രാവിൽ നാം ഇറക്കിയിരിക്കുന്നു. അല്ലാഹു പറയാൻ, നിർണായക രാവ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രമായ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ രാവിൽ ഒരു ഇബാദത്ത് നിർവഹിച്ചാൽ ആ ഇബാദത്തിന് തത്തുല്യമായ ഇബാദത്തായി മാറണമെങ്കിൽ 1000 മാസങ്ങൾ ആ ഇബാദത്ത് നിർവഹിക്കേണ്ടി വരും. അത് മനുഷ്യസാധ്യമായ കാര്യമല്ല. ഏതായാലും ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് 1000 മാസങ്ങളെക്കാൾ പവിത്രമായ രാവാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിന്റെ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം, ആത്മാവ് റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമെയാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. മലക്കുകളും മലക്കുകളുടെ നായകനായ ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങി വരുന്ന രാവാണത്. ബിഇദ്നി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മിൻ കുല്ലി അംർ, എല്ലാ ഉത്തരവുകളുമായി ഭൂമിയിൽ ഇറങ്ങുന്ന രാവാണ്. മലക്കുകളും മലക്കുകളുടെ നായകനായ ജിബ്രീൽ അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി എല്ലാ ഉത്തരവുകളുമായി ഭൂമിയിൽ ഇറങ്ങുന്ന രാവാണ് ആ രാവ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സമാധാനമാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രഭാതോദയം വരെ മലക്കുകൾ ആ രാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യമാണ് സമാധാനം. ലോകത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സൈറൻ മുഴക്കത്തിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ സവിശേഷതയായിട്ട് അല്ലാഹു പറയാണ്, പ്രഭാതോദയം വരെ സമാധാനമാണ്. സമാധാനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മാലാഖമാർ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന രാവാണത് സഹോദരങ്ങളെ. അതാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആരാധനകളാണ് അവസാന പത്തിൽ വിശ്വാസികൾ നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പ്രവാചകന്റെ ചര്യയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ, റമളാനിൽ അവസാന 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യൽ ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാവിനെ രാത്രിയെ സജീവമാക്കുകയാണ്. റമളാനിൽ അവസാന 10 പ്രവേശിച്ചാൽ അല്ലാഹുവിന്റെ ദൂതൻ രാത്രിയെ സജീവമാക്കുകയാണ്. വഅയ്ഖല അഹ്ലഹു വജദ്ദ വശദ്ദൽ മിഅ്സർ, വീട്ടുകാരൊക്കെ വിളിച്ചുണർത്തിക്കൊണ്ടാണ് രാവിനെ സജീവമാക്കുന്നത്. വജദ്ദ വശദ്ദൽ മിഅ്സർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശ്രമശാലിയാവുകയാണ്. അരയുടുപ്പ് മുറുക്കിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ദൂതൻ പരിശ്രമശാലിയാവുകയാണ്. അതാണ് റമളാനിൽ അവസാന 10 എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ദൂതൻ രാവുകൾ ഏറ്റവും അധികം സജീവമാക്കിയിരുന്ന 10ആണത്. വീട്ടുകാരൊക്കെ വിളിച്ചുണർത്തി അരയുടുപ്പ് മുറുക്കിയെടുത്തുകൊണ്ട് സുഹൃതങ്ങൾക്ക് വേണ്ടി, അഅ്മാലുകൾക്ക് വേണ്ടി, ഇബാദാത്തുകൾക്ക് വേണ്ടി അത്യധ്വാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന രാത്രികളാണ് റമളാനിലെ അവസാന 10 രാത്രികൾ എന്ന് പറയുന്നത്. വേറൊരു നിവേദനം ഇപ്രകാരമാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മിൻഹു മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റുള്ള മാസങ്ങളിലൊന്നും മറ്റുള്ള രാവുകളിലൊന്നും പരിശ്രമിക്കാത്ത അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമളാനിലെ അവസാന 10 പരിശ്രമിക്കുമായിരുന്നു.
മറ്റുള്ള മാസങ്ങളിലും മറ്റുള്ള രാവുകളിലും ഒന്നും പരിശ്രമിക്കാത്ത അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമളാനിലെ അവസാന 10 കഠിനാധ്വാനം ചെയ്തിരുന്നു. സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ സൗകര്യപ്പെടുന്നവർ എഴുത്തിക്കാഫിൽ മുഴുകുകയാണ് വേണ്ടത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമളാനിലെ അവസാന 10 പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുമായിരുന്നു. ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബിള ഫീഹി യഅ്തകഫ 20 യൗമാ. സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാന 10 മാത്രമായിരുന്നു ഇഅ്തികാഫ് ഇരുന്നിരുന്നത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അല്ലാഹുവിലേക്ക് തിരിച്ചു വിളിച്ച ആ വർഷത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായ ആ വർഷത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. മധ്യത്തിലെ 10ഉം അവസാന 10ഉം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. സുമ്മ ഇഅ്തകഫ ബഅദഹു അസ്വാജുഹു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇണകളും ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം പ്രവാചക പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വിശദീകരിച്ചു, വയുസന്നു അയ്യം കുസഫിൽ മസ്ജിദി മുഅ്തകഫൻ റജാഅ മുസാദഫത്തി ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തുടർച്ചയായി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടക്കിടക്ക് വന്ന് ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു രീതിയുണ്ട്, കുറച്ച് സമയത്തേക്ക് ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. തുടർച്ചയായ ഇഅ്തികാഫ്, അതിനാണ് കൂടുതൽ പുണ്യവും മഹത്വവും ഉള്ളത്. അതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അസ്സുന്നത്തു വലൽ മുഅ്തകഫി അല്ലാ യഊദ മരീദ വലാ യശ്ഹദ ജനാസ. അങ്ങനെ തുടർച്ചയായിട്ട് ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചര്യ എന്താണ്? അവസാന 10 മുഴുവനായും പള്ളിയിൽ തന്നെ, അതല്ലെങ്കിൽ മധ്യത്തിലെ 10ഉം അവസാന 10ലും പള്ളിയിൽ തന്നെ. ഈ രീതിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ചര്യ, അതല്ലെങ്കിൽ അവർക്ക് സുന്നത്തായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അല്ലാ യഊദ മരീദ. ഒരു രോഗിയെയും അവർ സന്ദർശിക്കേണ്ടതില്ല. രോഗസന്ദർശനത്തിനൊക്കെ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇഅ്തികാഫ് ഇരിക്കുന്ന, തുടർച്ചയായിട്ട് പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതാണ് ഈ പറയുന്ന രോഗസന്ദർശത്തെക്കാളും പുണ്യമുള്ളത്. അല്ലാ യഊദ മരീദ. ഒരു രോഗിയെയും അയാൾ സന്ദർശിക്കണമെന്നില്ല. വലാ യശ്ഹദ ജനാസ. ഒരു ജനാസയിലും അയാൾ പങ്കെടുക്കണമെന്നില്ല. അതുപോലെ തന്നെ വലാ യമസ്സൽ മർഅ. സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല. വലാ യുബാശിറഹ. അവരോട് ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. ഇതൊക്കെ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീകളുമായി ശാരീരിക സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ല. അത് റമളാന്റെ രാവുകളിലാണെങ്കിൽ പോലും അത് ഇഅ്തികാഫിന്റെ മര്യാദയാണ് അവരുമായിട്ട് ശാരീരിക സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടക്ക് വീട്ടിൽ പോയി ആ രീതിയിൽ ശാരീരിക ബന്ധം പുലർത്തുന്നൊരവസ്ഥ തുടർച്ചയായി ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലാ യഖ്റുജ ഇല്ലാ ലിഹാജത്തിൻ ഇല്ലാ ലിമാ ബുദ്ദ മിൻഹു. നിവൃത്തിയില്ലെങ്കിലല്ലാതെ പള്ളി വിട്ടു പോകാൻ പാടില്ല. വലാ ബുദ്ധ. അതുപോലെ തന്നെ വലാ യഖ്റുജ ഇല്ലാ ലിഹാജത്തിൻ. ആവശ്യത്തിന് വേണ്ടിയല്ലാതെ പുറപ്പെടാൻ പാടില്ല പള്ളിയിൽ നിന്ന്. ഇല്ലാ ലിമാ ബുദ്ദ മിൻഹു. നിവൃത്തിയില്ലെങ്കിലല്ലാതെ, അങ്ങനെയുള്ള ഒരു ആവശ്യമാണെങ്കിൽ പോകാം, അത്ര മാത്രമേ ഉള്ളൂ. വലാ ഇഅ്തികാഫ ഇല്ലാ ബിസൗമിൻ. നോമ്പില്ലാതെ, പകലിൽ നോമ്പില്ലാതെ രാത്രിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ല. വലാ ഇഅ്തികാഫ ഇല്ലാ ഫീ മസ്ജിദിൻ ജാമിഇൻ. അതുപോലെ തന്നെ മസ്ജിദുൻ ജാമിഇലല്ലാതെ, ജുമുഅ നടക്കുന്ന പള്ളിയിലല്ലാതെ ഇഅ്തികാഫ് ഇല്ല. ഏതെങ്കിലും ഒരു തൈക്കാവിൽ പോയിട്ട് ഇഅ്തികാഫ് ഇരിക്കുക എന്ന രീതിയില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിവേദനമാണ്. സഹോദരങ്ങളെ, എന്താണ് ഇഅ്തികാഫിന്റെ മഹത്വം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫിൽ മുഅ്തഖിഫി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞു, വഹുവ യഅ്തഖിഫു ദുനൂബ്. അയാൾ ആ ഇഅ്തികാഫിലൂടെ അയാളുടെ പാപങ്ങളെ മായ്ച്ചു കളയുകയാണ്. വയജ്രി ലഹു മിനൽ ഹസനാതി കആമിലിൽ ഹസനാതി കുല്ലിഹാ. ആ ഇഅ്തികാഫ് തന്നെ അയാൾക്ക് ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തുകയാണ്.
മറ്റുള്ള അയാളുടെ എല്ലാ അമലുകളും ഇഅ്തികാഫിന്റെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്ന ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ, അതെല്ലാം ഓരോ നന്മകളായി മാറുന്നതോടൊപ്പം തന്നെ ഇഅ്തികാഫ് തന്നെയും ഒരു നന്മയും വേറൊരു നന്മയും ചെയ്തിട്ടുള്ള പള്ളിയിൽ വന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി അയാൾ ഇരിക്കുകയാണ്, അതല്ലെങ്കിൽ കിടക്കുകയാണ് എങ്കിൽ ആ ഇഅ്തികാഫ് തന്നെ ഒരു നന്മയായിട്ട് അയാൾക്ക് രേഖപ്പെടുത്തുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇഅ്തികാഫ് പല രൂപത്തിലുമുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇഅ്തികാഫ്. സഹോദരങ്ങളെ, എപ്പോഴാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത്? ഏത് രാവിലാണ് പ്രതീക്ഷിക്കേണ്ടത്? വ്യത്യസ്തങ്ങളായ നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിൽ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണേ. റമളാനിൽ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണേ. ആ ഒറ്റയിട്ട രാവ് ഏതാണ്? വ്യക്തമല്ല. അത് വ്യക്തമാവാതിരിക്കുക എന്നത് അള്ളാഹുവിന്റെ തീരുമാനമായിരിക്കാം. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജതു ലിയുഖ്ബിറ ബിലൈലത്തിൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് ഖറജതു ലിയുഖ്ബിറകും ബിലൈലത്തിൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. അള്ളാഹുവിന്റെ ദിവ്യബോധനം ലഭിച്ചു. ആ ദിവ്യബോധനം വിശ്വാസികളുമായി പങ്കുവെക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അപ്പോഴാണ് ഫതലഹ ഫുലാനും വഫുലാൻ, രണ്ടാളുകൾ, അവർക്കിടയിൽ വലിയ തർക്കം നടക്കുകയാണ്. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദിവ്യബോധനം ലഭിച്ചു. ആ ദിവ്യബോധനം ജനങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ രണ്ടാളുകൾ കശപിശ നടക്കുകയാണ്. ഫതലഹ ഫുലാനും വഫുലാൻ, തർക്കമാണ്, കശപിശയാണ്, അടിയും പിടിയുമാണ്. റസൂലുള്ളാഹിന്റെ ശ്രദ്ധ അതിലേക്ക് അങ്ങ് പോയപ്പോ, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ അതിലേക്ക് പോയപ്പോ ആ സംഭവം അങ്ങോട്ട് മറന്നുപോയി. പ്രവാചകൻ ഏത് ഡേറ്റിലാണ്, ഏത് സമയത്ത് അല്ലാഹു തആല ഇത് പറഞ്ഞു തന്നത് എന്നത് ഓർമ്മയിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അല്ലാഹുവിന്റെ തീരുമാനമായിരിക്കാം. അത് നിങ്ങൾക്ക് ഉത്തമമാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു അത് പ്രവാചകനെ വിസ്മരിപ്പിച്ച് കളഞ്ഞത് നിങ്ങൾക്ക് ഉത്തമമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമളാനിലെ 29-ാമത്തെ രാവിലോ 27-ാമത്തെ രാവിലോ 25-ാമത്തെ രാവിലോ പ്രതീക്ഷിക്കുക. അങ്ങനെയെല്ലാം ആ രാവുകളൊക്കെ ഇനി നമുക്ക് വരാനുള്ളതാണ്. 29-ാം രാവും 27-ാം രാവും 25-ാം രാവും, അതിലൊക്കെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പക്ഷേ ഇമാം മുസ്ലിമിന്റെ ഒരു നിവേദനത്തിൽ ഇപ്രകാരവും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇമാം മുസ്ലിമിന്റെ നിവേദനത്തിലുള്ളത്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖദ് അലിമ അന്നഹാ ഫീ റമളാൻ വ അന്നഹാ ഫിൽ അശ്റിൽ അവാഖിർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നല്ലതുപോലെ അറിയാമായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ, നിശ്ചയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നല്ലതുപോലെ അറിയാമായിരുന്നു. അന്നഹാ ഫീ റമളാൻ, ലൈലത്തുൽ ഖദ്ർ റമളാനിലാണുള്ളതെന്ന്. വ അന്നഹാ ഫിൽ അശ്റിൽ അവാഖിർ, റമളാനിൽ അവസാന 10-ലാണുള്ളതെന്ന്. വ അന്നഹാ ലൈലത്തു 27, റമളാനിലെ 27-ാമത്തെ രാവിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിമിന്റെ ഒരു നിവേദനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് 27-ാം രാവ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അതല്ലെങ്കിൽ അതിന് കൂടുതൽ മുൻഗണന നൽകുന്ന ഒരു അഭിപ്രായം സമൂഹത്തിൽ സ്വീകാര്യമായത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 27-ാം രാവാണ് എന്ന് മനസ്സിലാക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ഉറപ്പിക്കാൻ പഴുതില്ല, ഉറപ്പിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഹദീത്ത് മുസ്ലിമിൽ ഉണ്ടായിട്ടും 27-ാം രാവിലാണ് എന്ന് പണ്ഡിത ലോകം ഉറപ്പിക്കുന്നില്ല? അതിന് കാരണമുണ്ട്. കാരണം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞാൽ റമളാനിലെ 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദിവ്യബോധനം ലഭിച്ചതായി പ്രവാചകൻ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു വർത്തമാനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിൽ നിന്നാണ് കേട്ടിരുന്നതെങ്കിൽ ശരിയാണ്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നുവെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റേത് ഒരു അനുമാനമോ ഒരു ഊഹമോ ഒക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതേസമയം ശരിയാവാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അത് ഉറപ്പിച്ചു പറയുക സാധ്യമല്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഏതായാലും ലൈലത്തുൽ ഖദറിനെ ഇപ്രകാരമാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇദാ കാന ലൈലത്തുൽ ഖദറി നസല ജിബ്രീൽ അലൈഹിസ്സലാം. ലൈലത്തുൽ ഖദറായി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഫീ കുബ്കബത്തിൻ മിനൽ മലായിക, മലക്കുകളുടെ ഒരു സംഘത്തോട് കൂടിയാണ് ഇറങ്ങി വരുന്നത്. യുസല്ലൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖായിദി യദ്കുറുല്ലാഹ അസ്സ വജൽ. അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇറങ്ങി വന്നുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവെ സ്മരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമയുടെ നേതൃത്വത്തിലുള്ള ആ മലക്കുകളുടെ സംഘമെന്നാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് ഈ ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, റമളാനിൽ അവസാന രാവ് വരെയും പ്രതീക്ഷിക്കണം. 27-ാം രാവ് അങ്ങ് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എന്ന രീതിയല്ല വേണ്ടത്. റമളാനിലെ അവസാന രാവ് വരെയും പ്രതീക്ഷിക്കണം, അവസാനത്തെ ദിവസം വരെയും സജീവമാവണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഗ്ഫറു ലി ഉമ്മത്തിഹി ഫി ആഖിരി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിലെ അവസാന രാവിൽ എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് അല്ലാഹു പുറത്തു കൊടുക്കും. ഖീല യാ റസൂലല്ലാഹ്, സഹാബിമാർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, അഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദർ ആയിട്ടാണോ സമുദായത്തിന് അല്ലാഹു തആല റമളാനിൽ അവസാന രാവിൽ പുറത്തു കൊടുക്കുന്ന? ഖാലല, അതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. റമളാനിൽ അവസാന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന നിർബന്ധമുള്ളത് കൊണ്ടല്ല. ഖാലല വലാകിന്നൽ ആമില ഇന്നമാ യുവഫാ അജ്റുഹു ഇദാ ഖദാ അമലഹു. പക്ഷേ ഒരു ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രതിഫലം അയാൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ജോലി കഴിയുമ്പോഴാണ്. അതുപോലെയാണ് അള്ളാഹുവിന് വേണ്ടി റമളാനിലെ അമലുകൾ നമ്മൾ പൂർത്തീകരിക്കുന്നത് റമളാനിലെ അവസാന രാവോടുകൂടെയും അവസാന പകലോടുകൂടെയുമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ജോലിക്കാരൻ അയാളുടെ കൂലി ലഭിക്കുന്നത് ജോലി അവസാനിക്കുമ്പോഴാണ്. റമളാനിലെ കർമ്മങ്ങൾ അവസാനിക്കേണ്ടത് റമളാനിലെ അവസാന രാവിലും അവസാന പകലിലുമായിട്ടാണ്. അതിനു മുമ്പ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന് അതിനെ സംബന്ധിച്ചുള്ള തൃപ്തി ഉണ്ടാവില്ല. അതാണ് അതിന്റെ കാരണം. റമളാനിലെ അവസാന രാവ് വരെയും നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു. നിങ്ങൾ മടി കാണിക്കുന്നവരെ അള്ളാഹു മടി കാണിക്കുകയില്ല. നിങ്ങൾ മടി കാണിക്കുന്നവരെ, നിങ്ങൾ അലസമാവുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതിലും മടി കാണിക്കുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇബാദാത്തുകളിൽ, അഅ്മാലുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാന 10 സജീവമാക്കുന്നതിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഫിത്ർ സക്കാത്തിന്റെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം നമുക്ക് വേണ്ടി മാത്രം ഫിത്ർ സക്കാത്ത് നൽകിയാൽ പോരാ, നമ്മുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. വീട്ടിലെ വേലക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അടക്കം സക്കാത്തുൽ ഫിത്ർ നൽകണം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സകാത്തുൽ ഫിത്ർ മിൻ റമദാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. നിശ്ചയം അല്ലാഹുവിന്റെ ദൂതൻ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി, റമദാനിൽ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും അല്ലാഹു തആല സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. മുസ്ലിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും അല്ലാഹു സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. ഹുർരിൻ ഔ അബ്ദിൻ ഔ റജുലിൻ ഔ ഇംറഅത്തിൻ സഗീറിൻ ഔ കബീറിൻ, സ്വതന്ത്രനാവട്ടെ, അടിമയാകട്ടെ, പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, ചെറിയവനാവട്ടെ, വലിയവനാവട്ടെ, മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാവർക്കും സകാത്തുൽ ഫിത്ർ അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിക്കാൻ ആവശ്യമായ ഭക്ഷണവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളും കഴിച്ച് ഒരു സായിലധികം ഭക്ഷണം നമ്മുടെ പക്കലുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരാണ്. അവനും അവന്റെ കുടുംബത്തിനും കഴിക്കാൻ ആവശ്യമായ ഭക്ഷണവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളും കഴിച്ചു ഒരു സായിലധികം ഭക്ഷണം
ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ ഫിത്ർ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനാണെന്നതാണ് കർമ്മശാസ്ത്രം സഹോദരങ്ങളെ. ഒരു സാ എന്ന് പറഞ്ഞാൽ 3 കിലോഗ്രാമിനോട് അടുത്തിട്ടുള്ള ധാന്യമാണ്. 3 കിലോഗ്രാമിനോട് അടുത്തിട്ടുള്ള ധാന്യമാണ്. 3 കിലോഗ്രാം തന്നെ ആവണമെന്നില്ല, അതിനോട് അടുത്തിട്ടുള്ള ധാന്യമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങൾ ഒരു സാ എത്രയാണെന്ന കാര്യത്തിലുണ്ട്. എന്നാൽ നമുക്കതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയാം, 3 കിലോഗ്രാമിനോട് അടുത്ത ധാന്യം, അതാണ് ഒരു സാ എന്ന് പറയുന്നത്. അതോ ഒരു സാഴോ അതിന്റെ മൂല്യം വരുന്ന സംഖ്യയോ കൈവശമുള്ള എല്ലാവരും ഫിത്ർ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരാണ്. ജനങ്ങൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് നിർവഹിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സക്കാത്തുൻ മഖബൂല. പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് ഒരാൾ അത് നിർവഹിച്ചാൽ ഫിത്ർ സക്കാത്ത് നൽകിയാൽ അത് സ്വീകാര്യയോഗ്യമായ സക്കാത്താണ്, ഫിത്ർ സക്കാത്താണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സ്വദഖത്തുൻ മിനസ് സ്വദഖാത്ത്. നമസ്കാരത്തിന്റെ ശേഷം, പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമാണ് ഫിത്ർ സക്കാത്ത് നൽകിയതെങ്കിൽ ഒരു ദാനധർമ്മം മാത്രമായേ അത് പരിഗണിക്കുന്നുള്ളൂ, ഫിത്ർ സക്കാത്ത് വീടൂല. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ട് തന്നെ അത് നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. 2 ലക്ഷ്യങ്ങളാണ് ഫിത്ർ സക്കാത്തിനുള്ളത്. 2 ലക്ഷ്യങ്ങളാണ് ഫിത്ർ സക്കാത്തിനുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വ്. വ്യർത്ഥമായ വിനോദങ്ങളിൽ നിന്ന്, വ്യർത്ഥമായ വിനോദങ്ങളിലെങ്ങാനും നോമ്പുകാരൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നോമ്പിന്റെ ചൈതന്യത്തിന് നിരക്കുന്ന കാര്യമല്ല. ആ നോമ്പുകാരനെ, അയാളുടെ നോമ്പിനൊരു ശുദ്ധീകരണം, വ്യർത്ഥമായ വിനോദങ്ങളിൽ അയാൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളുടെ നോമ്പിന്, അതല്ലെങ്കിൽ നോമ്പിന് വല്ല സ്ഖലിതവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പിനെ ശുദ്ധീകരിക്കുകയാണ്, നോമ്പുകാരനുള്ള ശുദ്ധീകരണമാണ്. അതാണ് ഫിത്ർ സക്കാത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് പറഞ്ഞു തുഅമത്തുൽ ലിൽ മസാകീൻ. അഗതികൾക്കുള്ള ഭക്ഷണമാണ് ഫിത്ർ സക്കാത്ത്. അഗതികൾക്ക്, അങ്ങേയറ്റം പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണമാണ്. ഇങ്ങനെ 2 ലക്ഷ്യങ്ങളാണ് ഫിത്ർ സക്കാത്തിനുള്ളത് എന്നുള്ളതാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യനായ വഖീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്തുൽ ഫിത്ർ ലി ശഹ്രി റമദാൻ തുജ്ബറു നഖ്സു സൗം. റമദാൻ മാസത്തിലെ സക്കാത്തുൽ ഫിത്ർ, നമ്മുടെ നോമ്പിൽ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സക്കാത്തുൽ ഫിത്ർ നിർവഹിക്കുന്നതിലൂടെ അത് പരിഹരിക്കുകയാണ്. വഖീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ അയാളുടെ നമസ്കാരത്തിൽ വല്ല സ്ഖലിതങ്ങളും സംഭവിച്ചാൽ, സഹവിന്റെ സുജൂദ് നിർവഹിച്ചാൽ ആ സ്ഖലിതങ്ങൾ അതോടുകൂടി പരിഹരിക്കും എന്നതുപോലെയാണ് സക്കാത്തുൽ ഫിത്ർ. പക്ഷേ സഹവിന്റെ സുജൂദ് നിർബന്ധമില്ല, എന്തെങ്കിലും കുഴപ്പം പറ്റിയെന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് ചെയ്യുന്നുള്ളൂ. പക്ഷേ സക്കാത്തുൽ ഫിത്ർ അങ്ങനെയല്ല, എന്തായാലും എല്ലാവരും നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നിർബന്ധമായും എല്ലാവരും ചെയ്തിരിക്കണം. ഓരോ നാട്ടിലെയും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ധാന്യമാണ് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അത് വ്യക്തി കൊടുക്കുകയാണെങ്കിലും സംഘടിത സംവിധാനങ്ങൾ വഴി നൽകിയാലും ഇനി വക്കീലിനെ ചുമതലപ്പെടുത്തിയാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ധാന്യമാണ് നൽകേണ്ടത്, ജനങ്ങളിലേക്ക് എത്തേണ്ടത്, ദരിദ്രരിലേക്ക് എത്തേണ്ടത് ധാന്യമാണ്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സ്വാഅം മിൻ തംറിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്റായിട്ട് നിശ്ചയിച്ചു, നിർബന്ധമാക്കി. സ്വാഅം മിൻ തംറിൻ, കാരക്കയുടെ ഒരു സാഅ്, ഔ സാഅം മിൻ ഇഖ്തിൻ, അതല്ലെങ്കിൽ പാൽക്കട്ടിയുടെ ഒരു സാഅ്, ഔ സാഅം മിൻ തആമിൻ, അതല്ലെങ്കിൽ അരിധാന്യത്തിന്റെ ഒരു സാഅ്, ഭക്ഷണത്തിന്റെ ഒരു സാഅ്, അതല്ലെങ്കിൽ കാരക്കയുടെ ഒരു സാഅ്, പാൽക്കട്ടിയുടെ ഒരു സാഅ്, ഔ സാഅം മിൻ സബീബിൻ, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയുടെ ഒരു സാഅ്. ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇപ്രകാരമാണ് സക്കാത്തുൽ ഫിത്ർ പുറപ്പെടുവിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ധാന്യമായിട്ടാണ് ഓരോ നാട്ടിലെയും ധാന്യം ഏതാണോ ആ ധാന്യമാണ് സ്വീകർത്താക്കളിലേക്ക് എത്തേണ്ടത്. സായിന്റെ കിലോഗ്രാം അളവ് എത്രയാണെന്ന് നാം വിശദീകരിച്ചു സഹോദരങ്ങളെ. അപ്പോൾ സംഘടിത സംവിധാനങ്ങളോ വക്കീലോ ദായകരിൽ നിന്ന് മൂല്യമായോ പണമായോ സ്വീകരിച്ചാലും സ്വീകർത്താക്കളിലേക്ക് എത്തേണ്ടത് ഭക്ഷ്യധാന്യം തന്നെയാണ്. ഭക്ഷ്യധാന്യമായി തന്നെ സ്വീകർത്താക്കളിലേക്ക്, ദരിദ്രരിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മുടേതടക്കമുള്ള സക്കാത്ത് സംവിധാനങ്ങൾ അത് നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫിത്ർ സക്കാത്തിന്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചും പാലിച്ചും കൊണ്ട് അത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇനി പെരുന്നാൾ ദിനത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച ആൾമോസ്റ്റ് മിക്കവാറും പെരുന്നാളാവാനുള്ള സാധ്യതയാണുള്ളത്. ചിലപ്പോൾ പെരുന്നാളാവാതിരിക്കാനും ശനിയാഴ്ചയിലേക്ക് നീണ്ടുപോകാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ സാധ്യത
സാധ്യതയുള്ളത് അടുത്ത വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ തന്നെ പെരുന്നാളാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈദുൽ ഫിത്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പറയാം. ഈദുൽ ഫിത്റിന്റെ പ്രത്യേക നെയ്യത്തോടെ കുളിക്കലും സുഗന്ധം ഉപയോഗിക്കലും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കലുമെല്ലാം പെരുന്നാളിൽ പുണ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈദുൽ ഫിത്ർ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷിക്കൽ നബിചര്യയിൽപ്പെട്ടതാണ്. ഈദുൽ അദ്ഹാ ദിനത്തിൽ വ്യത്യസ്തമാണ്. പക്ഷേ ഈദുൽ ഫിത്റിൽ എന്തെങ്കിലും ഭക്ഷിക്കുക എന്നുള്ളതാണ് ഈദുൽ ഫിത്റിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അമ വലാ യത്അമു യൗമൽ അദ്ഹാ ഹത്താ യുസല്ലിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അമ, എന്തെങ്കിലും കഴിക്കുന്നത് വരെ ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമായിരുന്നില്ല. എന്തെങ്കിലും കഴിച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് പുറപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ വലാ യത്അമു യൗമൽ അദ്ഹാ ഹത്താ യുസല്ലിയ, ബലിപെരുന്നാൾ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് വരെ, ബലിയെറുക്കുന്നത് വരെ എന്നും ചില നിവേദനങ്ങളിൽ കാണാൻ കഴിയും. ബലിമാംസത്തിൽ നിന്നാണ് റസൂലുള്ളാഹി ആദ്യമായിട്ട് കഴിക്കുക, ബലിപെരുന്നാൾ ദിനത്തിൽ കഴിക്കുകയില്ല നിസ്കാരത്തിന് പുറപ്പെടുമ്പോൾ. പക്ഷേ ഈദുൽ ഫിത്ർ ദിനത്തിൽ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുന്നോടിയായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കഴിക്കുമായിരുന്നു. വേറൊരു നിവേദനം ഇപ്രകാരമാണ്, ലാ യഗ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫിത്രി ഹത്താ യഅകുല തംറാത്തിൻ വയഅകുലുഹുന്ന വിത്റാ, കുറച്ച് കാരക്കകൾ തിന്നുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുകയില്ല. കാരക്കകൾ തിന്നുമ്പോൾ ഒറ്റയിട്ട സംഖ്യകളിലായിട്ടാണ്, ഒന്നുകിൽ 3 കാരക്ക, അതല്ലെങ്കിൽ 5, അതല്ലെങ്കിൽ 7, ഇങ്ങനെ ഒറ്റ സംഖ്യയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരക്കയുടെ തീറ്റ അവസാനിപ്പിക്കുമായിരുന്നു എന്നും നമുക്ക് നിവേദനങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ മൈതാനിയിൽ അഥവാ ഈദ്ഗാഹിൽ വെച്ച് പെരുന്നാൾ നമസ്കരിക്കുന്നതും പ്രവാചക ചര്യയാണ്. ഈദ്ഗാഹിൽ വെച്ച് അത് നിർവഹിക്കുക. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്രി വൽ അദ്ഹാ ഇലൽ മുസല്ല. എല്ലാ ഈദിനോടനുബന്ധിച്ചുകൊണ്ടും ഇത് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്ർ ദിനത്തിലും ഈദുൽ അദ്ഹാ ദിനത്തിലും മുസല്ലയിലേക്കാണ് പുറപ്പെട്ടിരുന്നത്. പ്രവാചകൻ മസ്ജിദിലല്ല നമസ്കരിച്ചിരുന്നത്, മറിച്ച് മുസല്ലയിലേക്കാണ് പുറപ്പെട്ടിരുന്നത്. ഏറെ മഹത്വമുള്ള മസ്ജിദുൻ നബവിയുണ്ട്. ആ മസ്ജിദുൻ നബവിയിലായിരുന്നില്ല റസൂലുള്ളാഹി ഈദ് നമസ്കാരം നിർവഹിച്ചിരുന്നത്, മറിച്ച് ഈദ് നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഈദ് മുസല്ലയിലായിരുന്നു. നമുക്കറിയാം ചരിത്രം, ധാരാളം സംഭവങ്ങളുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അന്ധരായ കുറെ ആളുകൾ, അതുപോലെ തന്നെ വയസ്സായ സ്ത്രീകളും മറ്റുമൊക്കെ പള്ളിയിലായിരിക്കെ ചില ആളുകൾ ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനോട്, അമീറുൽ മുഅ്മിനീൻ, ഇവിടൊക്കെ ശാരീരികമായിട്ട് പ്രയാസപ്പെടുന്ന അന്ധരായ ആളുകൾ, അതുപോലെ തന്നെ വയസ്സായ സ്ത്രീകൾ, ഇവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെ നമുക്കത് നിർവഹിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത് പ്രവാചകന്റെ ചര്യയല്ല, എന്റെ മുൻഗാമികളായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ ഇവരുടെയും ചര്യയല്ല, അത് മൈതാനിയിൽ അതല്ലെങ്കിൽ മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് അവരുടെ ചര്യയെന്നാണ് അലി റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് ഈദ്ഗാഹ് പ്രാധാന്യമുള്ളതാണ്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഈദ്ഗാഹിലേക്ക് പുറപ്പെടണം. സ്ത്രീകൾക്കും ഈദ്ഗാഹിലേക്ക് പുറപ്പെടൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയാണ്, ഉമിർനാ അൻ നഖ്റുജ ഫനുഖ്രിജൽ ഹുയ്യള വൽ അവാതിക വദവാതിൽ ഖുദൂർ, ഞങ്ങളോട് ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഞങ്ങളോട് ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ കൽപ്പിച്ചു. അതുപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾ, യുവതികളെ എല്ലാം ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അവരോടെല്ലാം പുറപ്പെടാൻ പറഞ്ഞു. വദവാതിൽ ഖുദൂർ, അന്തഃപുരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളോടടക്കം ഈദ്ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. ഫഅമ്മൽ ഹുയ്യലു, അപ്പോൾ ആർത്തവകാരികളായ ആളുകൾ എന്ത് ചെയ്യണം? ഫയഷ്ഹദന ജമാഅത്തുൽ മുസ്ലിമീൻ, ആർത്തവകാരികളായ സ്ത്രീകൾ അവർ മുസ്ലിങ്ങളുടെ ആ ഒരു സംഘത്തോടൊപ്പം അവർ അണിചേരണം. വദഅവതഹും, നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, ആ സംഘത്തോടൊപ്പം നിസ്കരിക്കാതെ അവർ അണിചേരുക എന്നുള്ളതാണ്. വദഅവതഹും, അവരുടെ പ്രാർത്ഥനയിലും പങ്കെടുക്കണം, ആ സംഘത്തിന്റെ കൂടെ ഇവരും ഉണ്ടാവണം. വയതസിൽന മുസല്ലാഹുന്ന, നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആ സംഘത്തോടൊപ്പം അണിചേരുക, പ്രാർത്ഥനയിൽ അടക്കം പങ്കെടുക്കാവുന്നതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ സ്വഭാവത്തിൽ സ്ത്രീകളുടെ ആർത്തവാവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്കടക്കം
ഈദ് മുസല്ലയിൽ ഒരുപക്ഷേ അവർക്കടക്കം പങ്കെടുക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒന്ന് നിശ്ചയിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ. പല യുക്തികളും അതിന്റെ പിന്നിലുണ്ടാവും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളിൽ ഒരു സഹോദരിക്ക് പെരുന്നാൾ ദിനത്തിൽ ധരിക്കാൻ വസ്ത്രമില്ല എങ്കിലും നിർബന്ധമായിട്ട് ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വരണോ? ഞങ്ങൾക്ക് പെരുന്നാൾ ദിനത്തിൽ ഒരു സഹോദരിക്ക് ധരിക്കാൻ വസ്ത്രമില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ വരാതിരിക്കുന്നതിൽ തെറ്റുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലിതുൽബിസ്ഹാ സ്വാഹിബത്തുകാ മിൻ ജിൽബാബികാ, ലിതുൽബിസ്ഹാ സ്വാഹിബത്തുകാ മിൻ ജിൽബാബികാ. അവരുടെ കൂട്ടുകാരിയുടെ വസ്ത്രം കടം വാങ്ങിയിട്ടെങ്കിലും ഫല്യഷ്ഹദിനൽ ഖൈറ വദഅവത്തൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കണം, ആ നന്മയിൽ അവർ പങ്കാളികളാവണം. അവരുടെ കൂട്ടുകാരിയുടെ വസ്ത്രം വായ്പ വാങ്ങിയിട്ടാണെങ്കിലും ശരി, ആ നന്മയിൽ അവർ പങ്കാളികളാവണം. മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കണം. സഹോദരങ്ങളെ, ഇത്രമാത്രം പ്രാധാന്യമുള്ള സംഗതിയാണ് ഈദ് മുസല്ലയെ സജ്ജീകരിക്കുക എന്നതും ഈദ്ഗാഹിൽ പങ്കെടുക്കുക എന്നതുമെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങൾ, അവസാന 10 സജീവമാക്കുന്ന കാര്യം, അതുപോലെ തന്നെ സകാത്തുൽ ഫിത്റിന്റെ കാര്യം, അതുപോലെ ഈദ്ഗാഹിന്റെ ഈദ് മുസല്ലയുടെ കാര്യം എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ടും അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ടും മുത്തഖീങ്ങളായി തഖ്വയോടുകൂടി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 1-2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. ഒന്ന്, നമ്മുടെ സകാത്ത്, ഫിത്ർ സകാത്ത്, അത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം സജീവമായി കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞുപോയി കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. അതിനാൽ തന്നെ എല്ലാവരും നമ്മുടെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് സംവിധാനത്തിൽ പങ്കാളികളാവണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അതാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ള കാര്യം. 2, ഈദ്ഗാഹിൻ്റെ പ്രാധാന്യം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അത് ഈദ്ഗാഹിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഈദ് നമസ്കാരം സാധാരണ പോലെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ കൃത്യം 7:30 തന്നെ ആരംഭിക്കുന്നതാണ്. ഈദ് ദിനം എന്നാണോ അന്ന് കൃത്യം 7:30 ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഈദ് നമസ്കാരം ആരംഭിക്കുന്നതാണ്. ഗ്രൗണ്ടെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും സമ്പൂർണമായ വിജയത്തിലെത്തിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈദ്ഗാഹിന് വേണ്ടിയുള്ള പ്രത്യേക കളക്ഷനാണെന്ന് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുക. എന്തൊക്കെ നല്ല നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ നാം
സംഭാവനകൾ അർപ്പിക്കുന്നത്. അല്ലാഹു തആല ആ സംഭാവനകളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അല്ലാഹു നമ്മിൽ നിന്ന് സഫലീകരിച്ചു തരുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം നമുക്ക് മാത്രമല്ല, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി, നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായ ഫിർദൗസി ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബേ, നരകമോചനത്തിന്റെ ദിനരാത്രങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. നാഥ പടച്ചവനെ, നരകമോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, സമ്പൂർണമായ പാപമോചനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഈ റമളാനിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഖുർആനും റമളാനുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന, ഞങ്ങൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ പറയുന്ന സാഹചര്യം നീ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആനും റമളാനും ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന നീ പൂർണ്ണമായും സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കരങ്ങളെ നീ തിരസ്കരിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ തട്ടിമാറ്റല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് നീ പ്രത്യേകം സജ്ജമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും പടച്ചവരെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളെ നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കോടാനകോടി അടിമകളുണ്ട് പടച്ചവനെ. ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹ് പടച്ചവരെ, ഞങ്ങളുടെ കരങ്ങളെ നീ തട്ടി മാറ്റല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ തിരസ്കരിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹ് പടച്ചവനെ, കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ പിരടികളെ നീ മോചിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, യുവതി യുവാക്കളായിട്ടുള്ള ആളുകൾ വിവാഹം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ പടച്ചതമ്പുരാനെ പെട്ടെന്ന് തന്നെ അല്ലാഹുവേ, ശവ്വാൽ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവരുടെ വിവാഹം അനുയോജ്യമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കപ്പെടാനുള്ള തൗഫീഖ് നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അവരുടെ കുടുംബങ്ങളുടെ മനപ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹ്, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണമേ റബ്ബേ. വലിയ രോഗങ്ങളുള്ളത് കൊണ്ട് പടച്ച തമ്പുരാനെ, റമളാനിൽ നോമ്പ് പോലും പിടിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിത ശൈലി സംബന്ധമായ രോഗങ്ങൾ അടക്കം ശിഫയാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ആ രോഗലക്ഷണങ്ങളെ അടക്കം നീ നീക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളെ നീ കേൾക്കണമേ റബ്ബേ. اللهم ارض عن ابي بكر وعمر وعثمان وعلي
عليه وعن بقية الصحابة والصحابية كلهم أجمعين أرحم الراحمين രാജസയ്യിദായ തമ്പുരാനെ, അല്ലാഹുവേ ലോകത്തെ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ യുദ്ധമുക്തി നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ മർദ്ദിതരായ മുഴുവൻ ജനസമൂഹങ്ങളെയും, അല്ലാഹുവേ ഇറാനിലും ഫലസ്തീനിലും അടക്കമുള്ള മർദ്ദിതരായ മുഴുവൻ ജനസമൂഹങ്ങളെയും നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മത്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീനൽ മുജാഹിദീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർഹും ഫീ ഇറാൻ. അല്ലാഹുമ്മ അൻസുർഹും ഫീ കുല്ലി മകാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ വലിസായിരി ജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.